നമസ്കാരം. ഇന്ന് ഞാൻ പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടാണ് ഞാനൊരു വീട്ടിൽ വെള്ളം ഒഴിക്കുന്ന ഒരു ഓസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് പൈൽസ് എന്നാൽ എന്താണ്? പൈൽസ് എന്നാൽ വെരിക്കോസ് വെയിൻസ് ഓഫ് ദ എനൽ കനാൽ. അതായത് ഈ വെയിൻസ് വെരിക്കോസ് വെയിൻ ആണെന്ന്, ഈ ഓസ് വെരിക്കോസ് വെയിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ മലദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു തടുപ്പിനെയാണ് നാം പൈൽസ് എന്ന് പറയുന്നത്. അതായത് പൈൽസിന് ഉള്ളിലേക്ക് രക്തം വരികയും പിന്നെ ഇതുവഴി തിരിച്ച് കയറിപ്പോവുകയും ചെയ്യും. സാധാരണഗതിയിൽ അങ്ങനെയാണ് പൈൽസ് തുടങ്ങുന്നത്. പക്ഷേ ഇത് വെരിക്കോസ് വെയിൻ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഇങ്ങനെ വരുന്ന ബ്ലഡിന് തിരിച്ച് കയറി പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരികയും അങ്ങനെ പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നാം കൂടുതലായിട്ട് മലവിസർജനത്തിൻ്റെ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഈ വെയിനിനുള്ളിലേക്ക് കൂടുതലായിട്ട് ബ്ലഡ് കയറി വരുമ്പോൾ അത് വീർത്ത് വരികയും പിന്നീട് അത് പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുമ്പോൾ ഈ സ്ട്രെച്ച് ഓൺ ദ വെയിൻ ബോൾസ് തന്നെ വലുതാവുകയും അങ്ങനെ ഇത് കൂടുതൽ പടഞ്ഞു പോവുകയും അങ്ങനെ ഈ തടുപ്പ് വലുതാവുകയും ചെയ്യും. അതായത് കൂടുതൽ സ്ട്രെയിൻ വരുമ്പോൾ ചെറിയ വെയിൻ ആയിരുന്നെങ്കിൽ അത് പിന്നീട് സ്ട്രെയിൻ വലിയ ഒരു തടുപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് പൈൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ആദ്യത്തെ സിറ്റുവേഷനിൽ സാധാരണ ബ്ലഡ് കയറി വന്ന് തിരിച്ച് കയറി പോകുമ്പോൾ യാതൊരുവിധ രോഗലക്ഷണങ്ങളും പൈൽസിനില്ല. അതായത് നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ പോലും യാതൊരുവിധ രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ല. അത് നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പ്രോക്ടോസ്കോപ്പി ഉള്ളിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ പൈൽസ് കാണാനും സാധിക്കും. അതായത് നമ്മുടെ ഇടയിൽ തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാരിൽ പൈൽസ് ഉണ്ടെങ്കിലും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ നാൾ ഇത് നിലനിൽക്കുമ്പോൾ പതുക്കെ ബ്ലഡ് കൂടുതലായിട്ട് ഇതിലേക്ക് കയറി വരുമ്പോൾ ഇതിന് നമുക്കൊരു പുകച്ചിൽ തുടങ്ങാൻ സാധിക്കും. സാധാരണഗതിയിൽ മലവിസർജനത്തിന് ശേഷമാണ് പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മലവിസർജനത്തിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ബ്ലഡ് ഇതിനകത്തേക്ക് കയറി വരികയും അങ്ങനെ ഇത് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. കുറച്ചെങ്കിലും മലദ്വാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കുറച്ച് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബ്ലഡ് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുകച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഈ സ്ട്രെയിൻ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെയിൻ പൊട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്തസ്രാവം, അതായത് മലവിസർജനത്തിന് ശേഷം വേദനയില്ലാത്ത രക്തസ്രാവം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് മലവിസർജനത്തിന് ശേഷം വേദനയില്ലാതെയാണ് വെയിൻസിൽ നിന്ന് ബ്ലഡ് പോകുമ്പോൾ വേദന ഉണ്ടാവില്ല. ആ സമയത്ത് വേദനയില്ലാത്ത ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് പൈൽസിൻ്റെ ഒരു രോഗലക്ഷണം തന്നെയാണ്. ഇനി ഈ കൂടുതൽ സ്ട്രെയിൻ വന്നപ്പോൾ ഈ വെയിൻ പൊട്ടിയില്ല എന്ന് നോക്കുക. മൈക്രോസ്കോപ്പിക് ലെവലിൽ, അതായത് വളരെ ചെറിയ തോതിൽ ഇതിൻ്റെ സെൽസിന് ഈ വെയിൻസിൻ്റെ സെൽസിൻ്റെ ഇടയിൽ നിന്ന് ചെറിയ രീതിയിൽ ബ്ലഡ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യും. ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാം. അതായത് പൈൽസിൻ്റെ മറ്റൊരു രോഗലക്ഷണമാണ് മലവിസർജനത്തിന് ശേഷമുള്ള ചൊറിച്ചിൽ. ഇതും ഇതേ പ്രക്രിയയിലൂടെ തന്നെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ചൊറിച്ചിൽ വരിക എന്നുള്ളത്. പിന്നെ ഈ ബ്ലഡ് ഇങ്ങോട്ട് വരുമ്പോഴും ഇനി ശ്രദ്ധിക്കുന്നത് കുറച്ച് വലുതാവും. ആദ്യം ചെറിയ പൈൽസ് ആയിരുന്നെങ്കിൽ കൂടുതൽ ബ്ലഡ് കയറി വരുമ്പോൾ വലുതായി വർഷങ്ങൾ കൊണ്ട് വലിയ ഒരു തടുപ്പായിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രേഡ് 3 ഹെമറോയിഡ്സ് ആകുമ്പോൾ ഇത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഇതൊരു മൈക്രോസ്കോപ്പിക് ലെവലിലാണെങ്കിൽ ഈ ഭാഗം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ താഴ്വശത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വെയിനിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൻസ് മടങ്ങുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ മടങ്ങി നിൽക്കുമ്പോൾ ഈ ബ്ലഡിന് ഇതുവഴി തിരിച്ച് കയറി പോകാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, ബ്ലഡ് നേരത്തെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ പോകുന്നില്ല. ഇതാണ് നമ്മൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മനുഷ്യ ശരീരം, അതായത് ബ്രെയിൻ പറയും നമ്മുടെ സോൾജേഴ്സ് ഒരു പ്രശ്നമുണ്ട്, അതിന് നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെ ചെല്ലണം, എന്താണ് പ്രശ്നം നോക്കുക, അതിനുവേണ്ടി പരിഹാരം ചെയ്യുക എന്ന് നമ്മുടെ ശരീരം പറയുമ്പോൾ ഒരു കെമിക്കൽസ് റിലീസ് ചെയ്യും. ഇതൊരു പ്രോബ്ലമാണ്, അതായത് ഒരു ഇഞ്ചുറിയാണ്. ആൻഡ് റെസ്പോൺസ് ടു ദി ഇഞ്ചുറി ഈസ് കോൾഡ് ഇൻഫ്ലമേഷൻ. അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പലതരം കെമിക്കൽസ് റിലീസാവും. അതുവഴി നമുക്ക് വേദനയുണ്ടാവും, ഈ പറഞ്ഞ ചൊറിച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാവും, നമുക്കൊരു അസ്വസ്ഥത തോന്നും. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം ഈ മടങ്ങുന്ന വെരിക്കോസ് വെയിനാണ്. വെരിക്കോസ് വെയിൻ, കിങ്കിങ് ഓഫ് ദ ഹെമറോയിഡൽ വെയിൻസ് ആണ് ഇതിൻ്റെ കാരണം. ഇനി നാം സാധാരണ ഉപയോഗിച്ച് വരുന്ന
ലേപ്യങ്ങൾ, അതായത് സ്റ്റിറോയിഡ് ക്രീംസ്, മറ്റ് ആൻറ്റി ഹെമറോയിഡൽ ക്രീംസ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മടങ്ങി വന്ന ഈ വെരിക്കോസ് വെയിൻസിനെ നേരെയാക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിലീസായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, പലതരം കെമിക്കൽസ് ഇവിടെ റിലീസായി കിടക്കുകയാണ്. ഈ കെമിക്കൽസിനെ തിന്നുന്ന ഒരു ജീവിയെ പോലെയാണ് സ്റ്റിറോയിഡ് ക്രീംസ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പൈൽസിന് വേണ്ടി പലതരം ഓയിൻമെൻറ്റ്സും കെമിക്കൽസും പെയിൻ കില്ലേഴ്സും എല്ലാം നാം കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇവയെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രശ്നത്തിനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടുന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു കെമിക്കലിനെ തിന്നു തീർക്കുന്ന ഒരു പെയിൻ കില്ലറോ ഒരു ഓയിൻമെൻറ്റോ ആണ് നാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായി അപ്പോൾ ഇൻഫ്ലമേഷൻ തിന്നു തീർക്കുമ്പോൾ താൽക്കാലികമായി ഇൻഫ്ലമേഷൻ കുറയുമെങ്കിലും പ്രധാന പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്പീഡിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ വെയിൻ മിറക്കിൾസിൽ നാം വർഷങ്ങളുടെ കഠിനാധ്വാനവും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച പൈൽ മാജിക് എന്ന പ്രൊഡക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇവിടെ മടങ്ങി നിൽക്കുന്ന ഈ വെയിനിനെ, വെരിക്കോസ് വെയിനിനെ, അതായത് പൈൽസിൻ്റെ ഹെമറോയിഡൽ വെയിൻസിനെ നേരെയാക്കുക എന്നുള്ള പ്രോസസ്സാണ് നാം ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നേരെയാക്കി കഴിഞ്ഞാൽ ഈ രക്തം പിന്നെയും ഓടാൻ തുടങ്ങും. അതായത് നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നത് നേരത്തെ മടങ്ങിയിരിക്കുകയായിരുന്നു, നേരത്തെ ബ്ലഡ് ഓടുന്നില്ല, അതുകൊണ്ടാണ് പടയാളികളെ അങ്ങോട്ട് വിട്ടത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഇത് നേരെയായി കഴിഞ്ഞപ്പോൾ ഈ ബ്ലഡ് ഓടാൻ തുടങ്ങി, അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുന്നു. അങ്ങനെ അവിടെ പോയ പടയാളികളെല്ലാം തിരിച്ചു വിളിക്കുന്നു. അഥവാ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമെല്ലാം ശരിയായി എന്ന് നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുന്നു. അതായത് ദ റീസൺ ഫോർ ദ ഇൻഫ്ലമേഷൻ ഈസ് ദ കിങ്കിങ് ഓഫ് ദ ഹെമറോയിഡൽ വെയിൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കിങ്കിങ് ശരിയാക്കുകയാണ് പൈൽ മാജിക് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ പ്രോബ്ലം. അത് കൈകൊണ്ട് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കിങ്കിങ് ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കെമിക്കലിന് വന്ന് ഇത് ശരിയാക്കാൻ പറ്റില്ല. ഇത് മെക്കാനിക്കൽ പ്രോബ്ലമാണ്. അതായത് പൈൽ മാജിക്കിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസിൻ്റെ സിംറ്റംസ് ഒരു കെമിക്കൽ പ്രോബ്ലം അല്ല, കെമിക്കൽസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ മെക്കാനിക്കൽ പ്രോബ്ലം. ഇതാണ് മെക്കാനിക്കൽ പ്രോബ്ലമാണ് പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. മെക്കാനിക്കൽ പ്രോബ്ലത്തിനെ മെക്കാനിക്കലായിട്ട് തന്നെയാണ് നാം ശരിയാക്കേണ്ടത്. അത് തള്ളിക്കയറ്റി വെക്കുക എന്നുള്ള പ്രോസസ്സാണ് പൈൽ മാജിക് ചെയ്യുന്നത്. ഈ തള്ളിക്കയറ്റി വെക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് പൈൽ മാജിക് ഉള്ളിലേക്ക് വെക്കുമ്പോൾ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹെമറോയിഡൽ വെയിൻസിനെ എല്ലാം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ നമുക്ക് ഈ ബ്ലഡ് ഫ്ലോ നോർമലൈസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് താൽക്കാലികമായിട്ട് എല്ലാവിധ പൈൽസിൻ്റെ സിംറ്റംസും കുറയ്ക്കാനും ഞൊടിയിടയിൽ സാധിക്കും.